VCV ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്നേഹം പോലെ പരിശുദ്ധം എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പണിതു തരുന്ന നമ്മുടെ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് ഉള്ളപ്പോൾ വേറെ ജ്വല്ലറിയെ കുറിച്ച് എന്തിനു ചിന്തിക്കണം? എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്. നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷമാക്കി മുസ്ലിം മതവിശ്വാസികൾ. കോവിഡിന് ശേഷമുള്ള ആദ്യ നബിദിന ആഘോഷം മേഖലകളിൽ ഉത്സവ പ്രതീതി ഉളവാക്കി. ചെറുതുരുത്തിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് MS ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ സ്മരണയ്ക്കായി സ്മാരക മന്ദിരം നിർമ്മാണം പൂർത്തീകരിച്ചു. സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം കേരള റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. ജീവൻ രക്ഷാ സംഘടനയായ ആക്സ് എരുമപ്പെട്ടി ബ്രാഞ്ചിന്റെ 10ാം വാർഷിക പൊതുയോഗം നടന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് തൃശൂർ കോർപ്പറേഷൻ മേയറും ആക്സ് വർക്കിംഗ് പ്രസിഡന്റുമായ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. പഴയന്നൂർ നീർണമുക്ക് പാടശേഖരത്തിലെ 1.5 ഏക്കറോളം കൃഷി നശിച്ചു. പ്രതിസന്ധിയിൽ അകപ്പെട്ട് നെൽകർഷകർ. സംവരണ നിരോധനവും പിൻവാതിൽ നിയമനവും യുവതീ യുവാക്കളുടെ തൊഴിൽ സാധ്യത ഇല്ലാതാക്കിയെന്ന് KDYF സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KPC കുട്ടി മാസ്റ്റർ. കേരള ദളിത് യുവജന ഫെഡറേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചെറുതുരുത്തിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദമായ വാർത്തകളിലേക്ക്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നുവന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പ്രതിജ്ഞയെടുത്ത് ഓട്ടുപാറ തൻവീറുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിയുടെ നേതൃത്വത്തിൽ നബിദിനം ആഘോഷിച്ചു. ഓട്ടുപാറ മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി. തുടർന്ന് വർണ്ണശബളമായ നബിദിന റാലിയും നടത്തി. മഹല്ല് സെക്രട്ടറി KK റഷീദ്, മഹല്ല് ട്രഷറർ KA ഉമ്മർ, നബിദിന സ്വാഗത കമ്മിറ്റി ചെയർമാൻ യൂസഫ് അളന്നൂർ, കൺവീനർ നൌഷാദ് ചാത്തത്തേതിൽ, ട്രഷറർ ഷെഫീഖ്, വർക്കിംഗ് ചെയർമാൻ അക്ബർ ഷാ, ഓട്ടുപാറ മഹല്ല് ഖത്തീബ് അമീർ അസ്ഹരി, പരുത്തിപ്ര പള്ളി ഖത്തീബ് മുഹമ്മദ് മുസ്തഫ, ജാറം പള്ളി ഖത്തീബ് ആലി മുസ്ലിയാർ, മാരാത്തുകുന്ന് പള്ളി ഖത്തീബ് താജുദ്ദീൻ സഖാഫി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ശേഷം മഹല്ല് ഖത്തീബ് അമീർ അസ്ഹരിയുടെ നേതൃത്വത്തിൽ ദുആ പാരായണവും നടന്നു. കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതിയിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയതായി സേവ്യർ ചിറ്റലപ്പള്ളി MLA അറിയിച്ചു. ഉൽപാദന വർധനവ് ലക്ഷ്യമിട്ട് കേരള വികസനത്തിൽ മുന്നോട്ട് കുതിക്കാനായി കേരള സർക്കാർ വിവിധ സഹായങ്ങൾ നൽകുന്ന പദ്ധതിയിലാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പദ്ധതിയിലൂടെ 100 ഹെക്ടർ കൃഷിയിടത്തിന് സർക്കാരിന്റെ സഹായം ലഭിക്കും. 1 ഹെക്ടറിന് 25,000 രൂപ വീതം ലഭിക്കും. തെങ്ങുംതൈ വിതരണം, തെങ്ങിന് തടം തുറക്കൽ സഹായം, സബ്സിഡി നിരക്കിൽ രാസവളം, ജൈവവളം എന്നിവ നൽകൽ, പമ്പ് സെറ്റ് അടക്കമുള്ള ജലസേചന സംവിധാനങ്ങൾ സ്ഥാപിക്കൽ, രോഗം ബാധിച്ച തെങ്ങുകൾ മുറിച്ചുമാറ്റി പകരം ഗുണമേന്മയുള്ള തൈകൾ നടൽ, തെങ്ങുകയറ്റത്തിനുള്ള യന്ത്രങ്ങൾ നൽകൽ, ഇടവിള കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകൽ തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുക. വർഷത്തിൽ 25.67 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാവുന്നത്. തുടർച്ചയായ 3 വർഷങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. ഓരോ വർഷവും 25.67 ലക്ഷം രൂപയുടെ സഹായങ്ങൾ കേരഗ്രാമം പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ കേര കർഷകർക്ക് ലഭ്യമാകും. സേവ്യർ ചിറ്റലപ്പള്ളി MLAയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്തിനെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. പഞ്ചായത്തിൽ രൂപീകരിക്കുന്ന കേരസമിതി മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. ഉൽപാദനം വർദ്ധിപ്പിച്ച് കാർഷിക മേഖലയുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാനായി വിവിധ പരിപാടികൾ തുടർന്നും നടപ്പിലാക്കുമെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി MLA അറിയിച്ചു. പള്ളിക്കാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പള്ളിക്കാട് കല്ലമ്പാറ റോഡ് ശുചീകരിച്ചു. റോഡിലെ കാടുകൾ വെട്ടി തെളിക്കുകയും കുഴികൾ മണ്ണിട്ട് നികത്തുകയും ചെയ്തു. ക്ലബ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നാട്ടുകാർ പങ്കെടുത്തു. പള്ളിക്കാട് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പള്ളിക്കാട് മുതൽ കല്ലമ്പാറ വരെയുള്ള റോഡ് സൈഡുകൾ ശുചീകരിച്ച് കുഴികൾ നികത്തി വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദേശനിവാസികളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുതുരുത്തിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് MS ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ സ്മരണകൾ നിലനിർത്തുന്നതിനായി ചെറുതുരുത്തി ചുങ്കത്ത് നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം കേരള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. CPI ദേശീയ കൗൺസിൽ അംഗം CN ജയദേവൻ അധ്യക്ഷത വഹിച്ചു.
CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ EM സതീശൻ, MR സോമനാരായണൻ, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി P ശ്രീകുമാർ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KS ദിനേശ്, ലോക്കൽ സെക്രട്ടറി MU മൊയ്തീൻകുട്ടി, ലോക്കൽ കമ്മിറ്റി അംഗം മദനൻ മണ്ണേരി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. കൊച്ചിൻ പാലത്തിന് സമീപം തുടങ്ങിയ ജാഥയിലും പ്രകടനത്തിലും നിരവധി പേർ പങ്കെടുത്തു. പക്ഷേ MS-ന്റെ പേരിൽ ഇങ്ങനെ ഒരു സ്മാരക മന്ദിരം പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ചെറുതുരുത്തിയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആരാളും നിഷേധിക്കപ്പെടാൻ കഴിയാത്തൊരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെറുതുരുത്തി മേഖലയിൽ വളർന്നിരിക്കുന്നു. അതിന്റെ അഭിമാനകരമായ ഒരു അടയാളപ്പെടുത്തലാണ് MS-ന്റെ നാമധേയത്തിലുള്ള ഈ സ്മാരക കേന്ദ്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ പാരമ്പര്യമാണ്. കേരളത്തെ കേരളമാക്കി മാറ്റുന്നതിൽ, നവകേരളം സൃഷ്ടിക്കുന്നതിൽ, അറിവും ആരോഗ്യവും ഭൂപരിഷ്കരണവും ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തെ ലോകത്തിന്റെ മുമ്പിൽ ഒരു കേരള മോഡൽ അവതരിപ്പിക്കുന്നതിൽ കേരളത്തെ നയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട പാർട്ടിയാണ് എന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കുന്നത്. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രമേള എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 12 പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം 12 രാവിലെ 9:30 എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ അധ്യക്ഷനാകും. രാവിലെ 10 മത്സരങ്ങൾ ആരംഭിക്കും. 98 സ്കൂളുകളിൽ നിന്നായി 4000 കുട്ടികൾ മേളയിൽ പങ്കെടുക്കും. കുന്നംകുളം ഉപജില്ലയുടെ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകൾ 12 മുതൽ എരുമപ്പെട്ടിയിൽ ആരംഭിക്കുകയാണ്. 3 സ്ഥലത്തായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂള്, LP സ്കൂള്, നിർമ്മല കോൺവെന്റ്. നമ്മൾ കോവിഡിന് ശേഷം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എല്ലാ മേളകളും ആരംഭിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് ഈ വർഷത്തെ ശാസ്ത്രമേള. 12 കാലത്ത് 9:30 ഉദ്ഘാടനം നടക്കും. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബസന്ത്ലാൽ അവർകളാണ്. അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജലീൽ ആദൂരാണ്. 10 മണിക്ക് കൃത്യം നമ്മൾ മത്സരങ്ങൾ ആരംഭിക്കും. എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്സും, LP സ്കൂളിൽ സയൻസ് മേളയും, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സോഷ്യൽ സയൻസും നടക്കും. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി പ്രദർശനം ഒരുക്കുന്നു എന്നത് ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. 13 പ്രദർശനം നടക്കുന്നത്. ജില്ലയിലെ ശാസ്ത്രമേളയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ആകർഷകം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യാതിരുന്ന പ്രദർശനമാണ്. ഇപ്രാവശ്യം നമ്മൾ ഏറ്റവും ആകർഷകമായിട്ട് ചെയ്യാൻ പോകും. കുട്ടികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൻ്റെ പേരിൽ 12 തുടങ്ങുന്ന മത്സരങ്ങൾ അന്ന് എല്ലാ മത്സരങ്ങളുടെയും ഒരു വിലയിരുത്തൽ നടത്തുകയും അതിനുശേഷം ഒരു സ്കൂളിന് ഒരു റൂം എന്നുള്ള നിലക്ക് LP UP സ്കൂളുകൾക്കും 2 റൂം എന്നുള്ള നിലക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും അനുവദിച്ച് പിറ്റേ ദിവസം വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും കാണാനുള്ള അവസരം ഒതുക്കുന്നു എന്നുള്ളത് ഈ മേളയുടെ ഏറ്റവും പ്രത്യേകതയായിട്ടുണ്ട്. 13 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്യും. എരുമപ്പെട്ടി വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയാകും. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും വിവിധ സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കും. 13 സമാപനമാണ്. അന്ന് പ്രദർശനം കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 13 സമാപനമാണ്. ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ആണ്. അതിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായ ശ്രീമതി ബിന്ദു ഗിരീഷാണ്. ജീവൻ രക്ഷാ സംഘടനയായ ആക്ട്സ് എരുമപ്പെട്ടി ബ്രാഞ്ചിന്റെ 10ാം വാർഷിക പൊതുയോഗം തൃശൂർ കോർപ്പറേഷൻ മേയറും ആക്ട്സ് വർക്കിംഗ് പ്രസിഡന്റുമായ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് K ശങ്കരൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർമാരായ ഡോക്ടർ VC ബിനോജ്, AM സലിം എന്നിവർ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ സുധീഷ് പറമ്പിൽ, MC ഐജു, ബ്രാഞ്ച് കൺവീനർ PL വർഗീസ്, സെക്രട്ടറി CA ജോസഫ്, സ്വാഗത സംഘം കൺവീനർ MV ബാബു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷമാക്കി മുസ്ലിം മതവിശ്വാസികൾ. കോവിഡിന് ശേഷമുള്ള ആദ്യ നബിദിനാഘോഷം മേഖലയിൽ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു. എരുമപ്പെട്ടി പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിന്റെയും
നജ്മുൽ ഹുദ മദ്രസയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് PK സുലൈമാൻ പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് SMK തങ്ങൾ ദുആക്ക് നേതൃത്വം നൽകി. മഹല്ല് സെക്രട്ടറി PY അബൂസാലി, NK അബൂബക്കർ ഹാജി, അഷ്റഫ് സഅദി പാറൽ, അഷ്റഫി മേലാറ്റൂർ, KK സിയാദ്, ഇബ്രാഹിം പഴവൂർ എന്നിവർ നബിദിന റാലിക്ക് നേതൃത്വം നൽകി. കടങ്ങോട് കിഴക്കുമുറി നൂറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. ഖത്തീബ് നിസാർ സഖാഫി, പ്രസിഡന്റ് AM ജലാലുദ്ദീൻ, സെക്രട്ടറി CU നൌഷാദ്, അബു ത്വാലിബ് എന്നിവർ നേതൃത്വം നൽകി. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അയൽവാസികൾക്ക് ഭക്ഷണം നൽകണമെന്ന് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1497 ജന്മദിനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1 മൈൽസ് നസ്രത്തുൽ ഇസ്ലാം മസ്ജിദ് മദ്രസയിൽ നബിദിനാഘോഷവും റാലിയും മധുരപലഹാരങ്ങൾ വിതരണം നടത്തുകയും ചെയ്തു. രാവിലെ സുബൈഹ് നമസ്കാരത്തിന് ശേഷം മൗലൂദ് പാരായണം നടന്നു. തുടർന്ന് പള്ളി പ്രസിഡന്റ് PKM കുട്ടി പതാക ഉയർത്തുകയും ചെയ്തു. കുട്ടികളുടെ ദഫ്മുട്ടുകളോടുകൂടിയുള്ള ഘോഷയാത്ര പൈങ്കുളം ചാത്തനാത്ത് പടി ചുറ്റി പള്ളിയിൽ സമാപിച്ചു. വഴിനീളെ ഇതര മതസ്ഥരടക്കം മധുരപാനീയങ്ങളും മിഠായികളും നൽകി ഘോഷയാത്രയെ വരവേറ്റു. സ്ത്രീകളടക്കം നിരവധി പേർ ഘോഷയാത്ര കാണാനെത്തിയിരുന്നു. 1 മൈൽ DYFIയുടെ നേതൃത്വത്തിലും ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുകയും മധുരപാനീയങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഉച്ചയ്ക്ക് എല്ലാ വീടുകൾക്കും അന്നദാനം നൽകി. വൈകിട്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങിലെത്തി. പള്ളി ഖത്തീബ് അബ്ദുൾ റഹ്മാൻ അസ്ഹരി, ഉസ്താദ് ഹക്കീം സഖാഫി, സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി, വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ, മറ്റ് ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമായതുകൊണ്ട് തന്നെ ഹബീബ് തങ്ങൾ എന്താണോ ലോകത്ത് പ്രചരിപ്പിച്ചത് അതാണ് യഥാർത്ഥ ഇസ്ലാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരെ വെറുക്കുവാനോ അതല്ലെങ്കിൽ അവരെ ആക്രമിക്കുവാനോ അതല്ലെങ്കിൽ അവരെ ഈ ഭൂമി ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനോ തന്റെ ആശയങ്ങൾക്ക് വിപരീതമായവരെ അതൊക്കെ ചെയ്യണം എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇത് തന്നെയാണ് ലോകത്ത് നിലനിൽക്കുന്ന മതങ്ങളും ആ മതത്തിന്റെ ആചാര്യന്മാരും ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും ഇടയിൽ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തു നാം വൃഥ എന്ന് പൂന്താനം നമ്പൂതിരി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കടങ്ങോട് വെസ്റ്റ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര നടത്തി. ഖത്തീബ് അഹമ്മദ് അഷ്റഫി, പ്രസിഡന്റ് AK ഹസൻ, സെക്രട്ടറി അബ്ദുൽ സലാം, CK ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെയും സ്വാഗത സംഘം കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നബിദിന ആഘോഷ റാലി സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി നൂറാനിയ മദ്രസയിൽ മഹല്ല് സെക്രട്ടറി ഫസലു റഹീം പതാക ഉയർത്തി. തുടർന്ന് നടന്ന റാലിക്ക് മഹല്ല് ഖത്തീബ് ബഷീർ അസ്ലമി, ത്വാഹ മസ്ജിദ് ഇമാം യൂസഫ് മുസ്ലിയാർ, സദർ മുഅല്ലിം കുഞ്ഞുമുഹമ്മദ് ദാരിമി, സ്വാഗത സംഘം ചെയർമാൻ ഷരീഫ് പാംബ്ര, കൺവീനർ AK നിസാർ എന്നിവർ നേതൃത്വം നൽകി. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറത്തിൽ സ്വീകരണം നൽകി. ഖത്തീബ് മുഹമ്മദ് ഷരീഫ് സുഹരി, ഭാരവാഹികളായ KP നിഷാദ്, KP ഷൗക്കത്ത്, KS സലീം, KM മുഹമ്മദ് കുട്ടി എന്നിവർ നേതൃത്വം നൽകി. പായസം, മിഠായി എന്നിവ വിതരണവും ദഫ് സ്കൗട്ട് സംഘങ്ങളുടെ പ്രകടനവും നടന്നു. സമാപന യോഗത്തിൽ ഇസ്മായിൽ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. MM മുസ്തഫ, KA അസീസ്, മുത്തലിബ് ഹാജി, PS ഷാക്കിർ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വെള്ളത്തേരി നൂറുൽ ഹുദ മദ്രസയുടെയും ജമാഅത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നബിദിന സന്ദേശ റാലി നടന്നു. വെള്ളറക്കാട് മനപ്പടിയിൽ നിന്നും ആരംഭിച്ച വെള്ളത്തേരിയിൽ സമാപിച്ചു. ഖത്തീബ് അബ്ദുൽ ലത്തീഫ് ബാഖവി, പ്രസിഡന്റ് സിദ്ദി ഹാജി, സെക്രട്ടറി ഹംസ ഹാജി, KA ഫൈസൽ, KA കബീർ എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് വടക്കുമുറി മസ്ജിദ് നൂർ മുനവിറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. ഖത്തീബ് മുസ്തഫ സഖാഫി, പ്രസിഡന്റ് അബ്ദുൽ മജീദ്, സെക്രട്ടറി
AM ഷംസീർ, ഹബീബ് റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. നബിദിനത്തോടനുബന്ധിച്ച് തെക്കുംകര കാര്യാട് ഇസ്ലാം മദ്രസയിൽ നടന്ന ചടങ്ങുകൾ വർണ്ണാഭമായി. റാലിയും പതാക ഉയർത്തലും ഘോഷയാത്രയും നടന്നു. പ്രസിഡന്റ് ടി നൌഷാദ് പതാക ഉയർത്തി. സെക്രട്ടറി ഗദ്ദാഫി, ഉസ്താദ് ഷെരീഫ് സഖാഫി, ട്രഷറർ അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. ചെമ്പോട് മഹലിലും നബിദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, സെക്രട്ടറി നിഹാദ്, മുഹമ്മദ് ചെമ്പോഴ് തുടങ്ങിയവരും പ്രാർത്ഥനയ്ക്ക് ഖാലിദ് അൻവരിയും നേതൃത്വം നൽകി. തൃക്കണപതിയാരം നൂറുൽ ഇസ്ലാം മദ്രസ ആഭിമുഖ്യത്തിൽ കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള നബിദിനം വിശ്വാസികൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തൃക്കണപതിയാരം നൂറുൽ മദ്രസയിൽ നിന്നും ആരംഭിച്ച നബിദിന റാലി ചിറ്റണ്ട ജുമാ മസ്ജിദിൽ സമാപിച്ചു. നബിയെ വാഴ്ത്തിയുള്ള ഗാനത്തിന്റെ അകമ്പടിയോട് കൂടിയ ഘോഷയാത്രയിൽ നിരവധി പേരാണ് അണിചേർന്നത്. മധുര പലഹാരങ്ങളുടെ വിതരണവും ദഫുമുട്ട് ഗാനങ്ങളും നബിദിന റാലിക്ക് വർണ്ണമേകി. തൃക്കണപതിയാരം നൂറുൽ ഇസ്ലാം മദ്രസ ഭാരവാഹികളായ പ്രസിഡന്റ് ഉണ്ണി ഹാജി, സെക്രട്ടറി ഗഫൂർ ഹാജി, ട്രഷറർ ഇസ്മായിൽ ഹാജി, സുലൈമാൻ ഹാജി, മൊയ്തു ഹാജി, കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നബിദിന മഹിമയിൽ പുണ്യമധുരം നുകർന്ന് വിശ്വാസികൾ. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള നബിദിനമായതിനാൽ തന്നെ വിശ്വാസികൾ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ മദ്രസ വിദ്യാർത്ഥികളും ബഹുജനങ്ങളും പങ്കെടുത്ത കാഞ്ഞിരക്കോട് മദ്രസയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ദഫുമുട്ട് ഉൾപ്പെടെയുള്ള മാപ്പിള കലാരൂപങ്ങളും അണിനിരന്നു. കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദ് ഭാരവാഹികളായ സെക്രട്ടറി കോയസൻ കുട്ടി, പ്രസിഡന്റ് ജമാലുദ്ദീൻ ഹാജി, ട്രഷറർ മൊയ്തു പാമ്പത്തുവളപ്പിൽ, മഹല്ല ഖത്തീബ് ഹംസ അൻവരി എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 70 വർഷത്തേക്കാൾ ഏറ്റവും അടുത്തും ഏറ്റവും തെളിഞ്ഞും കൂറ്റൻ ഗ്രഹമായ വ്യാഴത്തെ കാണാൻ കഴിയുന്നത് അടുത്ത 3 ദിവസം കൂടി. VCV ക്യാമറാമാൻ മണി ചെറുതുരുത്തി പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. കഴിഞ്ഞ 70 വർഷത്തേക്കാൾ ഏറ്റവും കൂടുതൽ അടുത്തും ഏറ്റവും തെളിഞ്ഞും നമ്മുടെ കൂറ്റൻ ഗ്രഹമായ വ്യാഴത്തെ ഇനി കുറച്ചു ദിവസം കാണാം. ഭൂമിയുടെയും വ്യാഴത്തിന്റെയും പ്രദക്ഷിണ വഴി കൃത്യം വൃത്താകൃതിയിൽ അല്ലാത്തത് കാരണമാണ് എല്ലാ വർഷവും ഇതുപോലെ ഇത്രയടുത്ത് വ്യാഴത്തെ കാണുവാൻ കഴിയാത്തത്. വെളുപ്പിന് കിഴക്ക് നല്ല ശോഭയോടെ കാണുന്നത് ശുക്രൻ ഗ്രഹവും അതേസമയം തലയ്ക്ക് മുകളിൽ അല്പം ചുവന്നു കാണുന്നത് ചൊവ്വ ഗ്രഹവുമാണ്. അല്പം വലിയ ബൈനോക്കുലറിലൂടെയോ ടെലിസ്കോപ്പിലൂടെയോ നോക്കിയാൽ വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളെയും കാണാം. അടുത്ത 2-3 ദിവസം മുഴുവൻ വ്യാഴം ഭൂമിക്ക് 70 വർഷത്തിലെ ഏറ്റവും അടുത്ത ദൂരത്തായിരിക്കും. അപൂർവ കാഴ്ചയുടെ വേദിയായി ആറ്റത്ര കർക്കിടകത്തുകാവ് സപ്താഹവേദി. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കിണ്ണം കളിക്ക് ജീവൻ നൽകി 2ാം ക്ലാസ് വിദ്യാർത്ഥിനി അമേയ. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കളി എന്നാൽ മൊബൈൽ ഗെയിംസും ക്രിക്കറ്റും ഫുട്ബോളും പിന്നെ വീഡിയോ ഗെയിമുകളുമാണ്. ഒരു കാലത്ത് ആട്ടവും പാട്ടുമായിരുന്നു ഒഴിവു സമയത്തെ വിനോദം. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കിണ്ണം കളി ആറ്റത്ര കർക്കിടകത്തുകാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രം സപ്താഹവേദിയിൽ അരങ്ങേറി. ജയമുരളി ഗാനവിലോല കൃഷ്ണ ജയമുരളി വേണുവിലോല ആനന്ദ കണ്ണ അടിവ കണ്ണ ആനന്ദ കണ്ണ അടിവ കണ്ണ ആലില കണ്ണ വൃന്ദവന കണ്ണ ചെന്തമര കണ്ണ ആലില കണ്ണ വൃന്ദവന കണ്ണ ചെന്തമര കണ്ണ. കൈക്കുട്ടിക്കളി, തിരുവാതിരക്കളി എന്നിവയുടെ ഒരു വകഭേദം തന്നെയാണ് കിണ്ണം കളി. കളിക്കാർ 2 കൈയിലും കിണ്ണം വച്ച് പാട്ടിനൊത്ത് ചുവട് വയ്ക്കുന്നു. പണ്ട് കനം കുറഞ്ഞ പിച്ചളക്കൂട്ടുകൊണ്ടുള്ള കിണ്ണമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിന് ഓലക്കിണ്ണം എന്നാണ് പറയുക. കിണ്ണം വിരലുകൾ കൊണ്ട് പിടിക്കാതെ കൈപ്പടത്തിൽ വെച്ച് കിണ്ണത്തിൽ പൂവിട്ട് വേണം കളിക്കാൻ. കിണ്ണം താഴെ വീഴാതെ ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനം. മെയ്വഴക്കത്താൽ പരിശീലനം നേടിയ കളിക്കാർക്ക് ഇതിന് നിഷ്പ്രയാസം സാധിക്കും. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ വിനോദം ആറ്റത്ര തെക്കൂട്ടയിൽ വീട്ടിൽ
മണികണ്ഠൻ, നിഷ മണികണ്ഠൻ ദമ്പതികളുടെ 3 മക്കളിൽ ചെറിയ മകളായ 7 വയസ്സുകാരി അമേയ മണികണ്ഠനാണ് സാഹസികമായി ആരെയും അമ്പരിപ്പിക്കുന്ന കിണ്ണം കളി അവതരിപ്പിക്കുന്നത്. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സഹോദരികളായ +2 വിദ്യാർത്ഥി അനാമിക, 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അമന്യ എന്നിവർ അമേയയ്ക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും ഏകുന്നുണ്ട്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. പഴയന്നൂർ നീർണമുക്ക് പാടശേഖരത്തിലെ 1.5 ഏക്കറോളം കൃഷി നശിച്ചു. പഴയന്നൂർ നീർണമുക്ക് പാടശേഖരത്തിലെ കാക്കരക്കുന്ന് പ്രദേശത്തെ 1.5 ഏക്കറോളം കൃഷിയാണ് നശിച്ചത്. പഴയന്നൂർ കാക്കരത്തൊടി വീട്ടിൽ തങ്കമണിയുടെ കൃഷിയാണ് വ്യാപകമായി നശിക്കപ്പെട്ടത്. കാട്ടുപന്നിയെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാത്ത പക്ഷം മറ്റു കൃഷിയിടങ്ങളിലേക്കും പന്നിയുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യുവ കർഷകനായ കൃഷ്ണകുമാർ പറഞ്ഞു. കൃഷിക്കാരെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇങ്ങനെ പോകുന്നത്. ഈ കാട്ടുപന്നികളുടെ ശല്യം വളരെ കൂടുതലാണ്. ഇതിനിപ്പോൾ താൽക്കാലികമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരുക്കിയ സംവിധാനമൊക്കെ തട്ടിമറിച്ചുകൊണ്ടാണ് കാട്ടുപന്നികൾ കൃഷിയിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സുരക്ഷാ കവചങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ചാടി നശിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്തെ കൃഷിഭൂമിയൊക്കെ നശിപ്പിച്ചിരിക്കണം. ഇതിപ്പോൾ ഒരു കൃഷിക്കാരന് പറഞ്ഞ വിളവെടുക്കാറാവുന്ന ഒരു അവസ്ഥയിൽ ഇത്തരം ഒരവസ്ഥ വന്നാലുള്ള വേദന വളരെയധികം പ്രയാസകരമാണ്. കാരണം കൃഷിക്ക് ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ നഷ്ടം സംഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് കൃഷി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 50 ഏക്കറിലധികം വരുന്ന നീർണമുക്ക് പാടശേഖരത്തിലെ നെൽകൃഷി പകുതി വിളവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വന്യജീവികൾ ഇത്തരത്തിലുള്ള നാശം സൃഷ്ടിക്കുന്നത് കർഷകർക്ക് പ്രതിസന്ധിയാകുന്നു. കൃഷിനാശത്തിനായി സർക്കാർ നൽകുന്നത് തുച്ഛമായ തുകയാണെന്നും അത് ലഭിക്കണമെങ്കിൽ തന്നെ ഓഫീസുകൾ നിരവധി തവണ കയറിയിറങ്ങേണ്ടി വരുന്നുണ്ടെന്നും കൃഷ്ണകുമാർ പറയുന്നു. ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു പരാതിയുമായി ഇപ്പോൾ ചെന്നാൽ അവിടെ നിന്നുള്ളായ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന സമീപനങ്ങൾ ശരിയായ സമീപനങ്ങളല്ല. കർഷകർക്ക് ഈ നഷ്ടപരിഹാരം കിട്ടുന്നതിന് എളുപ്പമായ ഒരു സംവിധാനം ഒരുക്കാൻ തയ്യാറായാൽ മാത്രമാണ് കർഷകന് ഈ നഷ്ടം നികത്താൻ കഴിയുള്ളൂ. ഇത് 1, 2, 3 വട്ടം മാത്രമല്ല, നിരവധി വട്ടം ഈ ഓഫീസുകൾ ഇറങ്ങി കയറുന്ന ഒരു അവസ്ഥയിലേക്ക് നഷ്ടപരിഹാരം ഉണ്ടായാൽ തന്നെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണാം. പിന്നെ ഈ കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സോളാർ വേലികൾ സ്ഥാപിക്കുന്നതിന് ഒരു അധികാരി തയ്യാറാക്കണം എന്നാണ് ഈ പറയാനുള്ളത്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ന്യൂ ഇന്ത്യൻ ലിറ്ററസി പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനവും സാക്ഷരതാ പരീക്ഷാ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാദിയ അമീർ അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ പ്രേരക MV ശ്രീദേവി സർവേക്ക് നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സാമ്പത്തിക സഹായത്തോടെ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പ്രത്യേക സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് ന്യൂ ഇന്ത്യൻ ലിറ്ററസി പ്രോഗ്രാം. കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കുണ്ടന്നൂർ ചുങ്കത്ത് പതാക ദിനം ആചരിച്ചു. AIKS ജില്ലാ കമ്മിറ്റി അംഗം MS സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് TB ബിനീഷ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ എക്സിക്യൂട്ടീവ് അംഗം സതീഷ് കുമാർ, മേഖലാ ട്രഷറർ സുരേഷ് ചിറ്റണ്ട, സജി PM, രമേശ് KA, അനിലൻ TG, ശ്രീനിവാസൻ, ജയൻ, ജോൺ എന്നിവർ സംസാരിച്ചു. കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളായിരുന്നവർക്കുള്ള അധിവർഷാനുകൂല്യം ഉടൻ വിതരണം ചെയ്യണമെന്ന് കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ വടക്കാഞ്ചേരി പഞ്ചായത്ത് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 60 വയസ്സ് പൂർത്തിയായവർക്ക് നൽകാനുള്ള അതിവർഷാനുകൂല്യം ഇപ്പോൾ 2014 മുതൽ കുടിശ്ശികയാണ്. മുൻ വർഷങ്ങളിൽ സർക്കാർ ബജറ്റുകളിൽ 100 കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും ബോർഡിന് ലഭ്യമായില്ല. ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ച 100 കോടി രൂപ എത്രയും വേഗം അനുവദിച്ച് ആനുകൂല്യ വിതരണം പൂർത്തീകരിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സൗഹൃദ മിനി ഹാളിൽ നടന്ന സമ്മേളനം BKMU സംസ്ഥാന കമ്മിറ്റി അംഗം MR സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബീന KA അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VA അപ്പുമോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MS അബ്ദുൾ റസാഖ് അനുശോചന റിപ്പോർട്ട് അവതരിപ്പിച്ചു. BKMU മണ്ഡലം സെക്രട്ടറി MA വേലായുധൻ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KA മഹേഷ്, VA സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സജിനി ജിപ്സൺ, സെക്രട്ടറി VA അപ്പുമോൻ, ട്രഷറർ AA ചന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു. സംവരണ നിരോധനവും പിൻവാതിൽ നിയമനവും യുവതി യുവാക്കളുടെ തൊഴിൽ സാധ്യത ഇല്ലാതാക്കിയെന്ന് KDYF സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KPC കുട്ടി മാസ്റ്റർ. അഭ്യസ്ത വിദ്യരും തൊഴിൽരഹിതരുമായ പട്ടിക വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന യുവതി യുവാക്കളുടെ തൊഴിൽ സാധ്യത ഇല്ലാതാക്കിയത് അപ്രഖ്യാപിതമായ സംവരണ നിരോധനവും സർക്കാരിന്റെ പിൻവാതിൽ നിയമനവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
കേരള ദളിത് യുവജന ഫെഡറേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചെറുതുരുത്തിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന് പഠിക്കാൻ ആവശ്യമായ ചെലവുകൾ കൊടുക്കാൻ സർക്കാരുകൾ ഇപ്പോൾ നമ്മൾ ധനകാര്യ വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കടമെടുപ്പ് മന്ത്രി എന്നാണ് ഞാനൊക്കെ പറയുന്നത്. കടമെടുപ്പ് ഓരോ മാസവും ശമ്പളം കൊടുക്കാനാവുമ്പോൾ പെൻഷൻ കൊടുക്കാനാവുമ്പോൾ 1400 കോടി 10,000 കോടി എന്നൊക്കെ പറഞ്ഞു കടമെടുക്കും. അപ്പോഴത്തെ അടിസ്ഥാന വർഗത്തിൻ്റെ വിദ്യാഭ്യാസവും അതേമാതിരി തൊഴിലും മറ്റൊന്നാണ് നമുക്ക് തൊഴിൽ കിട്ടുന്നത്. നമ്മൾ ചെറുപ്പക്കാരൊക്കെ ഡിഗ്രിയും PGയും അതേമാതിരിയുള്ള ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി വെറുതെ കോൺക്രീറ്റ് വഴിക്ക് അതാണ് ബിൽഡിങ്ങിൻ്റെ വഴിക്ക് പോകുക. ഒരു വഴിയില്ല, വേറെ വഴിയില്ല. സംസ്ഥാന പ്രസിഡന്റ് എ രതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി PG പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ CK കുമാരൻ, NP ചിന്നൻ, V നാരായണൻ, PT ജനാർദ്ദനൻ, M കണ്ണപ്പൻ, അഡ്വക്കേറ്റ് P സുന്ദരൻ, ദേവദാസ് കുതിരാടം, PP കമലം, PC ചന്ദ്രൻ, K പ്രമോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന ഭാരവാഹികളായി പ്രസിഡന്റായി A രതീഷ്, ജനറൽ സെക്രട്ടറിയായി ദേവദാസ് കുതിരാടം, വൈസ് പ്രസിഡന്റുമാരായി നിഷ സുരേഷ്, VP അനിൽ, സെക്രട്ടറിമാരായി K പ്രമോദ്, IP ഗിരീഷ് എന്നിവരെയും കൂടാതെ 21 അംഗ പ്രവർത്തക സമിതിയെയും തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഈ വിഭാഗത്തിലെ എത്രത്തോളം ക്രൂശിക്കാമെന്നുള്ള ധാരണ മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഈ സമൂഹത്തിലെ രാഷ്ട്രീയ അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് ഒട്ടനവധി സംഘടനകളാണ്. ഈ സംഘടനകളെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ ഇന്ന് കേരളത്തിലെ നിയമം അല്ലെങ്കിൽ കേരളം ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ശേഷിയും പ്രാപ്തിയുമുള്ള ഒരു ജനവിഭാഗമാണ് നമ്മുടെയൊക്കെ. മുണ്ടത്തിക്കോട് വനിതാ സഹകരണ സംഘവും ഗ്രാമീണ വായനശാലയും സംയുക്തമായി മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് A രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. NSS കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് മുഖ്യാതിഥിയായി. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാർ, ഡോക്ടർ ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. പ്രമേഹ അസ്ഥിരോഗ നിർണയ പരിശോധനകൾക്ക് ധാരാളം പേർ പങ്കെടുത്തു. സീമ ജയപ്രകാശ്, MK ചന്ദ്രൻ, KR പ്രശാന്ത്, ബിവിൻ പന്തക്കൽ എന്നിവർ നേതൃത്വം നൽകി. നമുക്ക് കടിയേറ്റു അല്ലെങ്കിൽ മാന്തലേറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പോയിട്ട് ആദ്യം ഈ പ്രാഥമിക ശുശ്രൂഷ ചെയ്യണം. അതായത് നന്നായി കഴുകി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് നമ്മൾ ആശുപത്രിയിലേക്ക് പോവുക. ഒന്നുകിൽ PHC പ്രൈമറി ഹെൽത്ത് സെന്റർ, അല്ലെങ്കിൽ ജില്ലാ ആശുപത്രി, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഇവിടെ അടുത്തുള്ള. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്സിൻ ഫ്രീ ആയിട്ട് തരും. അതിന് കൃത്യമായിട്ട് ഡോസുകളുണ്ട്. ആ ഡോസുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം നമ്മൾ കൃത്യമായിട്ട് ആ ഇടവേളകളിൽ എടുക്കണം. ഇനി വാണിജ്യ വാർത്ത. തലശ്ശേരി വികസന മുന്നേറ്റത്തിന് മറ്റൊരു പൊൻതൂവലായി സ്മാർട്ട് ഹൗസ്, എ കംപ്ലീറ്റ് ബിൽഡിംഗ് സൊല്യൂഷൻസ്. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജന്റെ അധ്യക്ഷതയിൽ പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപിന്റെ സാന്നിധ്യത്തിൽ +2 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ നമിത വിജയകുമാറും റമീസ നാസിനും ചേർന്ന് തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. നെപ്റ്റ്യൂൺ ഷിപ്പിംഗ് ഏജൻസി മാർക്കറ്റിംഗ് മാനേജർ അനിൽ, സൂര്യ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ് MD സുധീഷ്, പുലിക്കോട്ടിൽ ട്രഡേഴ്സ് MD സാബു, വെബർ മാർക്കറ്റിംഗ് സ്റ്റാഫ് വൈശാഖ്, ലയൺസ് ക്ലബ് വരവൂർ ട്രഷറർ രവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ MLA UR പ്രദീപ്, K ജയരാജ്, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളായ നമിത വിജയകുമാർ, റമീസ നസ്രീൻ എന്നിവർക്ക് സ്മാർട്ട് ഹൗസ് മാനേജിംഗ് ഡയറക്ടർ അർഷദ് അസീസ് മെമ്മന്റോ നൽകി ആദരിച്ചു. സ്മാർട്ട് ഗ്രൂപ്പ് ചീഫ് അക്കൗണ്ടന്റ് നീതു ഗോവിന്ദ്, സെയിൽസ് എക്സിക്യൂട്ടീവ് വിപിൻ, GST അക്കൗണ്ടന്റ് എഡ്വിൻ എന്നിവർ ചേർന്ന് 13ാം വാർഡ് മെമ്പർ KA ഇബ്രാഹിം, 11ാം വാർഡ് മെമ്പർ
നസീറ എന്നിവർക്ക് മെമ്മന്റോ നൽകി. പ്രൊപ്പറേറ്റർ അബ്ദുൾ അസീസ് പങ്കെടുത്ത് സംസാരിച്ചു. പ്രമുഖ കമ്പനികളുടെ ടൈൽസ്, ഗ്രാനൈറ്റ് ആൻഡ് ഗ്രാനൈറ്റ് ടൈൽസ്, സാനിറ്ററി, ഹോളോ ബ്രിക്സ്, കിച്ചൺ സിങ്ക്, ഇന്റർലോക്ക് എന്നിവയും നിരവധി ബ്രാൻഡുകളിൽ വെട്രിഫൈഡ് ഡിജിറ്റൽ ബിഗ് സ്ലാബ് ടൈലുകളുടെ മനം നിറയ്ക്കുന്ന ഡിസൈനുകൾ ഏറ്റവും വിലക്കുറവിൽ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാനൈറ്റ്, മാർബിൾ എന്നിവ സൈറ്റിൽ നേരിട്ടെത്തിക്കുന്നു. ലോകോത്തര ബ്രാൻഡുകളായ പ്യാരി വയർ, സിറ, ജോൺസൺ തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ, ബാത്റൂം ആക്സസറീസ് എന്നിവയും ഏറ്റവും ഉറപ്പോടുകൂടിയ ഹോളോ ബ്രിക്സ് സിമന്റ് കട്ടകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. സ്മാർട്ട് പ്രോഡക്റ്റ് കളക്ഷൻ്റെ രണ്ടാമത്തെ ഷോറൂമാണ് ഇന്ന് തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ 10 വർഷമായി ഗ്രാനൈറ്റ് അതുപോലെ തന്നെ ടൈൽ വിപണന രംഗത്ത് ഞങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മൾ ഉപഭോക്താക്കൾക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം അധികം എക്സ്പെൻസ് ഇല്ലാതെ ഡയറക്റ്റ് നമ്മൾ ഉപഭോക്താക്കൾക്ക് ഇതെത്തിക്കുക, ആ ഒരു ഉദ്ദേശം വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. ഇതുവരെ ഒരുപാട് നല്ല സഹകരണങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾക്കുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഈ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാണ്. സ്മാർട്ട് ഹൗസ്, എ കംപ്ലീറ്റ് ബിൽഡിംഗ് സൊല്യൂഷൻ, തലശ്ശേരി. ഫോൺ നമ്പർ 9848993493. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ആറങ്ങോട്ടുകരയിൽ പുതുതലമുറയുടെ മനം കവരുന്ന ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുമായി CPM ലേഡീസ് ആൻഡ് കിഡ്സ് എന്ന സ്ഥാപനം സുധർമ്മ ലബോറട്ടറിക്ക് എതിർവശം പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ മാളവിക കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരവും മിനി സ്ക്രീൻ താരവുമായ സാധിക സുരേഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. CPM ലേഡീസ് ആൻഡ് കിഡ്സിന്റെ 5ാമത്തെ ഷോറൂമാണ് ആറങ്ങോട്ടുകര സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ മെൽക്കോ ഗ്രൂപ്പ് ചെയർമാൻ സയ്യിദ് മേലേതിൽ, പട്ടാമ്പി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സിദ്ദിഖ്, സെക്രട്ടറി സലീം, ബാബു കുടുംബിനി തുടങ്ങിയവർ പങ്കെടുത്തു. വർണ്ണവിസ്മയമൊരുക്കുന്ന സാരികൾ, ചുരിദാർ, കിഡ്സ് വെയറുകൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, മിതമായ വിലയിൽ ഗുണനിലവാരമാർന്ന വിപുലമായ കളക്ഷനുകൾ CPM-ൽ ഒരുക്കിയിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ആറങ്ങോട്ടുകരയിൽ ഞങ്ങളുടെ 5ാമത്തെ ഷോറൂം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. CPM ലേഡീസ് ആൻഡ് കിഡ്സ് എന്ന സ്ഥാപനം ആരംഭം ഞങ്ങളുടെ പട്ടാമ്പിയിലാണ്. 50ഓളം വർഷമായിട്ട് ഫാദറായിട്ടുള്ള ബിസിനസ്സാണ്, ടെക്സ്റ്റൈൽസ് ഫീൽഡാണ്. ഞങ്ങൾ 4 ബ്രദേഴ്സാണ്. ഈ നാട്ടിലെ എല്ലാ നാട്ടുകാരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇത് നിങ്ങൾ വിജയിപ്പിച്ചു തരണം. CPM ലേഡീസ് ആൻഡ് കിഡ്സ്, സുധർമ്മ ലാബോറട്ടറിക്ക് എതിർവശം ആറങ്ങോട്ടുകര. ഫോൺ നമ്പർ 9846887888. ഇനി ഇന്നത്തെ സ്വർണ്ണ വിപണി. സ്വർണ്ണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സ്വർണം ഗ്രാമിന് 4785 രൂപയും പവന് 38,280 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്.
സ്വർണ്ണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യം. RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. പുത്തൻപള്ളിക്ക് പിൻവശം, വെള്ളിപ്പങ്ങാടിക്ക് സമീപം, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷമാക്കി മുസ്ലിം മതവിശ്വാസികൾ. കോവിഡിന് ശേഷമുള്ള ആദ്യ നബിദിന ആഘോഷം മേഖലകളിൽ ഉത്സവ പ്രതീതി ഉളവാക്കി. ചെറുതുരുത്തിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് MS ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ സ്മരണയ്ക്കായി സ്മാരക മന്ദിരം നിർമ്മാണം പൂർത്തീകരിച്ചു. സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം കേരള റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. ജീവൻ രക്ഷാ സംഘടനയായ ആക്സ് എരുമപ്പെട്ടി ബ്രാഞ്ചിന്റെ 10ാം വാർഷിക പൊതുയോഗം നടന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് തൃശൂർ കോർപ്പറേഷൻ മേയറും ആക്സ് വർക്കിംഗ് പ്രസിഡന്റുമായ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. പഴയന്നൂർ നീർണമുക്ക് പാടശേഖരത്തിലെ 1.5 ഏക്കറോളം കൃഷി നശിച്ചു. പ്രതിസന്ധിയിൽ അകപ്പെട്ട് നെൽകർഷകർ. സംവരണ നിരോധനവും പിൻവാതിൽ നിയമനവും യുവതീ യുവാക്കളുടെ തൊഴിൽ സാധ്യത ഇല്ലാതാക്കിയെന്ന് KDYF സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KPC കുട്ടി മാസ്റ്റർ. കേരള ദളിത് യുവജന ഫെഡറേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചെറുതുരുത്തിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. VCV ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്നേഹം പോലെ പരിശുദ്ധം. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പണിതു തരുന്ന നമ്മുടെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉള്ളപ്പോൾ വേറെ ജ്വല്ലറിയെ കുറിച്ച് എന്തിനു ചിന്തിക്കണം? എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.